ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ലോങ് വീഡിയോയിൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. എന്നും ചെടികളെ പറ്റിയല്ലേ? ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. എൻ്റെ കുക്കിംഗ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, തമിഴ് ആചാരങ്ങളോടും തമിഴ് ഫുഡിനോടും എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണെന്ന്. ഇന്ന് തമിഴ് കേരള സ്റ്റൈലിൽ ഒരു തീയലാണ് നമ്മൾ വെക്കുന്നത്. ഇത് കർണക്കിഴങ്ങെന്ന് പറയുന്ന ഒരു കിഴങ്ങാണ്. ഇതൊരു തമിഴ് വെജിറ്റബിൾ ആണ്. നമ്മുടെ ചേനയുടെയും ചേമ്പിന്റെയും ഒക്കെ ഫാമിലിയിൽ പെട്ടതാണ്. ഇത് വെച്ചിട്ട് തമിഴ് കേരള സ്റ്റൈലിൽ ഞാൻ ചെയ്യുന്ന രീതിയിൽ ഒരു തീയൽ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇത് ലൂലുലോ സൂപ്പർ മാർക്കറ്റിലോ കിട്ടില്ല. കർണക്കിഴങ്ങ് കിട്ടുന്നത് നമ്മുടെ പൂജാ സാധനങ്ങളും പൂക്കളും ഒക്കെ വിൽക്കുന്ന തമിഴ് സ്റ്റോറില്ലേ, അവിടെയാണ് ഇത് കിട്ടുന്നത്. ഇതൊരു സീസണൽ കിഴങ്ങാണ്. ചില സമയത്തേ ഇത് കിട്ടാറുള്ളൂ. പക്ഷെ കിട്ടുമ്പം ഇത് വാങ്ങിച്ച് തീയൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല സൂപ്പർ സാധനമാണ്. നമ്മുടെ വയറിനൊക്കെ ഒരുപാട് ഹെൽത്ത് നൽകുന്ന ഒരു കിഴങ്ങാണ്. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ഇന്ന് തീയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഇതൊരു 3 പാർട്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫസ്റ്റ് പാർട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇത് ചേനയുടെ തന്നെ ഫാമിലിയിൽ പെട്ട ഒരു കിഴങ്ങാണ്. അപ്പൊ നമ്മൾ അതിന്റെ സ്കിന്ന് കളഞ്ഞിട്ടുണ്ട്. നല്ല ചൊറിച്ചിലുണ്ടാവും കേട്ടോ. അപ്പൊ കയ്യിൽ കുറച്ച് എണ്ണ തടകിയിട്ടാണ് നമ്മളിത് ക്ലീൻ ചെയ്യുന്നത്. നമ്മുടെ ചേന ചൊറിയുന്നതിനെക്കാട്ടിലും കൂടുതൽ ചൊറിച്ചിലുണ്ടാകും. അപ്പൊ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് സ്കിന്ന് കളഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിന്റെ ഈ ചൊറിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ഫ്രൈ പാനിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, തമിഴ് ഫുഡുകളെല്ലാം തന്നെ അവർ നല്ലെണ്ണയിലാണ് ചെയ്യുന്നത്. ഞാൻ നല്ലെണ്ണയിലും വെളിച്ചെണ്ണയിലും ചെയ്യാറുണ്ട്. ഇന്ന് ഞാൻ നല്ലെണ്ണയിലാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എണ്ണ ചൂടായി കഴിഞ്ഞപ്പം കിഴങ്ങ് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്, ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ. നമ്മുടെ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ കറി വെച്ചാൽ അതിന്റെ ആ ഒരു ചൊറിയുന്ന ഫീലിംഗ് മാറത്തുള്ളൂ. അല്ലാതെ ചെയ്താൽ ഇതിന് ചേനയെക്കാട്ടിലും ചൊറിച്ചിൽ കൂടുതലാണ്. അപ്പൊ അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്യുന്നത്. ഇത് നല്ലൊരു തീയലാണ്. നാളെ കൂട്ടുമ്പോഴാണ് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ്. ചോറിനെക്കാട്ടിലും എനിക്കിഷ്ടം ഇത് ദോശയുടെ കൂടെ കഴിക്കാനാണ്. നല്ല സൂപ്പർ സാധനമാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കിട്ടുന്നവരുണ്ടെങ്കിൽ ഇത് മേടിച്ച് ഈ രീതിയിൽ ഇതൊന്ന് തീയൽ വെച്ച് നോക്കണം കേട്ടോ. പേര് കർണക്കിഴങ്ങ്. അപ്പൊ ഇതൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി സെക്കൻഡ്, ഇതിന്റെ അരപ്പിന് വേണ്ടുന്ന സാധനങ്ങളാണ്. നമ്മളെ പോലല്ല, തമിഴ് സ്റ്റൈലിൽ തേങ്ങ തീരെ കുറവാണ് അവർ യൂസ് ചെയ്യുന്നത്. ഇതിന് വേണ്ടുന്നത് മല്ലി, മുളക്, കുറച്ച് കുരുമുളക്, ജീരകം, വെളുത്തുള്ളി, ഒരു 2 സ്പൂൺ തേങ്ങ, കറിവേപ്പിലയുമാണ്. നമ്മൾ ഇതിൽ പച്ചമുളകോ മുളക് പൊടിയോ ആഡ് ചെയ്യത്തില്ല. കുരുമുളകിന്റെയും മുളകിന്റേതുമാണ് ഇതിന് വരേണ്ടത് എരിവ്. അപ്പൊ അതിനനുസരിച്ച് കുരുമുളകും മുളകും കുറച്ച് ഏറെ നമ്മൾ എടുക്കുക. പിന്നെ അറിയാമല്ലോ, തമിഴ് ഫുഡിനെല്ലാം പുളി മുന്നിൽ നിൽക്കണം. അതുകൊണ്ട് നല്ല നെല്ലിക്ക വലിപ്പത്തിൽ ഒരു പുളി ഞാൻ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ കർണക്കിഴങ്ങ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ അരപ്പിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം തന്നെ നല്ലെണ്ണയിൽ തന്നെ വറുത്ത് മാറ്റി എടുക്കുക. നമ്മൾ തീയൽ വെക്കുന്ന പോലെ തേങ്ങ ഒരുപാട് ബ്രൗൺ കളർ ആകണ്ട, ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പൊ നമ്മൾ ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്കും കുറച്ച് നല്ലെണ്ണ തന്നെ ഒഴിച്ചിട്ട് തേങ്ങ ഒഴിച്ചുള്ള ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വറുത്തെടുക്കാമേ. തേങ്ങ രണ്ടാമതിട്ടിട്ട് വറുത്തെടുക്കാം. അപ്പം ആദ്യം നമ്മൾ മറ്റുള്ള സാധനങ്ങൾ എല്ലാം വറുത്തു മാറ്റിയിട്ടുണ്ട്. തേങ്ങ ഈ ഒരു യെല്ലോ കളർ, ഒന്ന് ചെറുതായിട്ടൊരു യെല്ലോ ഷെയ്ഡ് വന്നാൽ മതി. നമ്മൾ തീയലിനെടുക്കുന്ന അത്രയും തേങ്ങ എണ്ണയിൽ കിടന്ന് മൂത്തു വരണ്ട കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വെക്കുന്ന രീതിയല്ല, കുറച്ച് വ്യത്യാസം ഈ കറിക്കുണ്ട്. ഈ കറി ഒരു 3 ദിവസം വരെ നമുക്ക് വെച്ചിരുന്ന് കൂട്ടാമേ. അതിനുശേഷം നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലും നമ്മൾ നല്ലെണ്ണ തന്നെയാണ് ഒഴിച്ചേക്കുന്നത്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി വാടുന്ന ടൈമിൽ നമ്മൾ വറുത്ത് വെച്ചിരുന്നത് എല്ലാം കൂടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഈ പൊടിയും നമ്മൾ ആ എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. ആ പൊടിക്ക് ഒരു നല്ല ബ്രൗൺ കളർ വരുന്നിടം വരെയും ആ പൊടി എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതാണ് ഇതിന്റെ രുചിക്കൂട്ടെന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു 3-4 ദിവസം വരെയും ഈ കറി പുറത്ത് വെച്ച് നമുക്ക് കൂട്ടാം. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യം വരത്തില്ല. ഇതിന് ശേഷം നന്നായിട്ട് ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് പുളിവെള്ളം ആഡ് ചെയ്യുന്നത്. പുളിവെള്ളം ആഡ് ചെയ്യുന്നതിന് കൂട്ടത്തിൽ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും
നമുക്ക് ചേർക്കാം. നമ്മൾ ഇതിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ലായിരുന്നു, ഉപ്പും ചേർത്തിട്ടില്ല. അപ്പം ഈ പൊടി നന്നായിട്ട് വഴണ്ട് വരുന്ന ആ സമയത്ത് തന്നെ ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് കറി തിളപ്പിക്കുക. കറി തിളച്ചു വരുമ്പം നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന കിഴങ്ങും കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ച് എണ്ണ മേളിൽ വരുന്ന രീതി വരെ നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. ഓക്കെ, അതാണ് തമിഴ് കേരള സ്റ്റൈലില് കർണക്കിഴങ്ങ് തീയൽ വെക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ കറി നാളെ കൂട്ടുമ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റ്. നല്ല എരിവും പുളിയും ഒക്കെയുള്ള ഒരു നല്ല തീയലാണ്. ചോറിനെക്കാട്ടിലും ഇത് ദോശയുടെ കൂടെ കഴിക്കാനാണ് ബെസ്റ്റ്. അപ്പൊ എപ്പോഴെങ്കിലും കർണക്കിഴങ്ങ് കിട്ടുവാണെങ്കിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സൂപ്പർ ഒരു കറിയാണ്.